തിരുവനന്തപുരം അട്ടക്കുളങ്ങര ഗവൺമെന്റ് സ്കൂളിലെ തകർന്ന കെട്ടിടത്തിൽ പൊതുവിദ്യാഭ്യാസ അഡീഷണൽ ഡയറക്ടർ പരിശോധന നടത്തി. അപകടവുമായി ബന്ധപ്പെട്ട വസ്തുതാന്വേഷണ റിപ്പോർട്ട് വിദ്യാഭ്യാസ മന്ത്രിക്ക് കൈമാറി. കെട്ടിടത്തിന്റെ കാലപ്പഴക്കമാണ് അപകടത്തിന് കാരണം എന്നാണ് പ്രാഥമിക നിഗമനം. കെട്ടിടം നവീകരിച്ചുവെങ്കിലും പട്ടികയും കഴുക്കോലും മാറ്റിയിരുന്നില്ല. നവീകരിച്ച കെട്ടിടം 2025 ജൂലൈ 16-നാണ് അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഉദ്ഘാടനം ചെയ്തത്. കെട്ടിടത്തിന്റെ ബലപരിശോധന നടത്തേണ്ടത് കോർപ്പറേഷനാണെന്ന് സ്കൂൾ സന്ദർശിച്ച ബാലാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ KV മനോജ് കുമാർ പറഞ്ഞു. പൈതൃക കെട്ടിടമാണെങ്കിലും അപകടാവസ്ഥയുണ്ടെങ്കിൽ അത് നവീകരിക്കുക തന്നെ വേണമല്ലോ. അതിൻ്റെ സ്ട്രക്ചറിൽ മാറ്റം വരുത്താൻ പാടില്ലെന്നല്ലേ ഉള്ളൂ. അത് പരിശോധിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം മറ്റൊന്ന്, ഈ സ്കൂൾ കോമ്പൗണ്ടിനുള്ളിലുള്ള ഒരു കെട്ടിടമാണ്. സ്കൂൾ കോമ്പൗണ്ടിനുള്ളിലുള്ള അപകടാവസ്ഥയിലായിരിക്കുന്ന എല്ലാം തന്നെ പരിശോധിക്കണ്ടേ? അത് പരിശോധിക്കണമെന്നുള്ള നിർബന്ധമാകുക. കാരണം കുട്ടികളെ നമുക്ക് ഇന്നേ സ്ഥലത്ത് മാത്രമേ കുട്ടികൾ നിൽക്കാൻ പാടുള്ളൂ എന്നൊന്നുമില്ല. ഒരു ഓഫീസ് പ്രവർത്തിക്കുന്ന സ്ഥലത്തേക്ക് കുട്ടികൾ വന്നാൽ ആ സമയത്താണ് ഇത് അപകടാവസ്ഥയിൽ പൊളിഞ്ഞു വീഴുന്നതെങ്കിലോ, ഇല്ലെങ്കിൽ ഇവർ ജീവനക്കാർ അവിടുന്ന് അതിനകത്ത് ഇരിക്കുമ്പോഴാണ് ഇത് പൊളിഞ്ഞു വീഴുന്നതെങ്കിലോ. അപ്പോൾ കോമ്പൗണ്ടിനകത്തുള്ള എല്ലാ അപകടാവസ്ഥയിലുള്ള സ്ട്രക്ചറുകളും മരങ്ങളും ഒക്കെ പരിശോധിക്കണം. കഴിഞ്ഞ ദിവസത്തെ മീറ്റിംഗിൽ ഇതെല്ലാം പരിശോധിച്ചു എന്നാണ് റിപ്പോർട്ട് ചെയ്തത്. പക്ഷേ കമ്മീഷൻ തന്നെ നേരിട്ട് സംസ്ഥാന തലത്തിലെ മീറ്റിംഗ് വിളിച്ചിരുന്നു. ആ മീറ്റിംഗിൽ പറഞ്ഞത് കൃത്യമായിട്ട് എല്ലാം പരിശോധിച്ചിട്ടുണ്ടെന്നാണ്. പക്ഷെ ഇപ്പോൾ മനസ്സിലാക്കുന്നത് അത്രത്തോളം പരിശോധിച്ചിട്ടില്ല എന്നുള്ളതാണ്. RB സനൂപ് ഉണ്ട് കൂടുതൽ വിശദാംശങ്ങൾ നൽകാൻ. സനൂപ്, ഈ കെട്ടിടത്തിന്റെ കാലപ്പഴക്കമാണ് അപകടത്തിന് കാരണമെന്നാണല്ലോ പ്രാഥമിക നിഗമനം. എന്തൊക്കെയാണ് ഈ വസ്തുതാന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നത്? കഴിഞ്ഞ വർഷം ജൂലൈയിൽ 14 ലക്ഷം രൂപയ്ക്ക് കെട്ടിടം നവീകരിച്ചതാണ്. പൈതൃക കെട്ടിടമായതിനാൽ അതിന്റെ മേൽക്കൂര നവീകരിച്ചിരുന്നില്ല. ഓഫീസായി പ്രവർത്തിക്കാൻ വേണ്ട കാര്യങ്ങൾ മാത്രമേ ചെയ്തു എന്നാണ് ഇപ്പോൾ SFKയുടെ വാദം. എന്നാൽ SFK ഓഫീസായിട്ടാണ് പ്രവർത്തിക്കുന്നതെങ്കിലും ഈ സ്കൂളിലെ കുട്ടികൾ ഈ പരിസരത്ത് വന്ന് കളിക്കാറുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ പൈതൃകമായതുകൊണ്ട് മേൽക്കൂര നവീകരിക്കാൻ പാടില്ലേ എന്നാണ് ബാലാവകാശ കമ്മീഷൻ ചോദിക്കുന്നത്. ഇതിന് ഫിറ്റ്നസ് അനുവദിച്ച കോർപ്പറേഷന്റെ നടപടി, അതിൽ അന്വേഷണം വേണമെന്നാണ് ബാലാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ KV മനോജ് കുമാർ ഇപ്പോൾ ആവശ്യപ്പെട്ടിട്ടുള്ളത്. അദ്ദേഹം സ്കൂളിലെ ഈ കെട്ടിടം സന്ദർശിക്കുകയും ചെയ്തിരുന്നു. കാരണം ഈ SFK ഓഫീസായിട്ട് പ്രവർത്തിക്കുന്നതാണെങ്കിൽ പോലും കുട്ടികളൊക്കെ തന്നെ ഇവിടെ ഒന്ന് കളിക്കാറുണ്ട്. അപ്പൊ ഇതിനെതിരെ നടപടി വേണമെന്നാണ് അദ്ദേഹം ആവശ്യപ്പെടുന്നത്. സ്കൂളിന്റെ കെട്ടിടമല്ലാത്തതിനാൽ ഇവിടെ ബലപരിശോധന നടത്തിയില്ല എന്നാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ പറയുന്നത്. എന്തായാലും ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ റിപ്പോർട്ട് വിദ്യാഭ്യാസ മന്ത്രി കൈമാറിയിട്ടുണ്ട്. ഇതിനിപ്പോൾ തുടർ നടപടി സ്വീകരിക്കേണ്ടത് വിദ്യാഭ്യാസ മന്ത്രിയാണ്.